നമസ്കാരം. സർഗപക്ഷത്തിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. സർഗപക്ഷത്തിൻ്റെ ഈ ലക്കം കവി സച്ചിദാനന്ദനെ കുറിച്ചാണ്. അദ്ദേഹമാണല്ലോ ഇപ്പോൾ താരം. ആരാണ് സച്ചിദാനന്ദൻ എന്ന് പറയുന്നതിന് മുമ്പ് ആരായി തീരും സച്ചിദാനന്ദൻ എന്നാണ് പറയേണ്ടതെന്ന് തോന്നുന്നു. അത്ര അകലെയല്ലാത്തൊരു കാലം ഓർമ്മിപ്പിക്കട്ടെ. പ്രൊഫസർ എം എൻ വിജയനെ ഓർമ്മയില്ലേ? പ്രസിദ്ധ അധ്യാപകൻ, ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഗുരുവായി കണ്ടിരുന്ന തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഉൾപ്പെടെ അധ്യാപകനായിരുന്ന ശ്രീ എം എൻ വിജയനെ, മലയാള സാഹിത്യത്തിൽ മനഃശാസ്ത്ര അധിഷ്ഠിത നിരൂപണ സമ്പ്രദായത്തെ പുഷ്ടിപ്പെടുത്തിയ വിമർശകനാണ് അദ്ദേഹം. പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തെ നയിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേഡർ പ്രവർത്തകനെ പോലെ പെരുമാറിയിരുന്ന ആൾ. കണ്ണൂരിൽ ഒരു അധ്യാപകനെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ബോംബെറിഞ്ഞ് വെട്ടിക്കൂട്ടിയ CPM ഗുണ്ടകളുടെ പ്രവൃത്തിയെ വർഗസമര തത്വം പറഞ്ഞ് ന്യായീകരിച്ച് പാർട്ടിക്ക് വിടുപണി ചെയ്തയാൾ. പക്ഷേ അതൊക്കെയായിരുന്നെങ്കിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ പോക്കിനെ വിമർശിച്ചതോടെ കഥ കഴിഞ്ഞു. കുറച്ചു കാലം മുമ്പ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റുകളെ ആ പാർട്ടി പിളർന്ന് CPM ഒക്കെ ആകുന്നതിന് മുമ്പാണ് കേട്ടോ വിമർശിച്ച് കശക്കി എറിഞ്ഞ കവിയായിരുന്നു ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പാടുന്ന പിശാച് എന്ന ഒറ്റ കാവ്യം മതി ചങ്ങമ്പുഴ കമ്മ്യൂണിസ്റ്റുകൾക്ക് ശത്രുവാകാൻ. അങ്ങനെ ചങ്ങമ്പുഴ കവിത എഴുതരുത് എന്ന് പ്രമേയം പാസ്സാക്കാൻ പോലും തക്ക രീതിയിൽ കമ്മ്യൂണിസ്റ്റുകൾ പരിഭ്രമിച്ചു. ആ കവി ഗന്ധർവൻ ഈ പാർട്ടിക്ക് അധികാരമൊക്കെ കിട്ടും മുമ്പേ കാലം ചെയ്തു. കവിയെന്നല്ല, കഥാകാരനെന്നല്ല, സാംസ്കാരിക നായകനെന്നല്ല, ആർക്കും അതാണ് ഈ പാർട്ടിയിൽ നിന്നുള്ള ഗതിയും വിധിയും. അത് കേരളത്തിൽ മാത്രമൊന്നുമല്ല, ബംഗാളിലായാലും വിദേശ രാജ്യങ്ങളിലായാലും അത് തന്നെ ഗതി. റഷ്യയുടെ കഥയും ചൈനയുടെ കഥയും ഒന്നും പറയേണ്ട ആവശ്യമില്ല, പറയിപ്പിക്കേണ്ട. അപ്പോൾ പറഞ്ഞു വരുന്നത് നാളെ ഈ കവി സച്ചിദാനന്ദൻ്റെ ഗതിയും വിധിയും മറ്റൊന്നല്ല എന്നാണ്. ഇനി കവി സച്ചിദാനന്ദൻ്റെ കാര്യം. കവിയാണ്, അധ്യാപകനായിരുന്നു, നിരൂപകനാണ്, നല്ല കാര്യസ്ഥശേഷിയുള്ള ആളാണ്. അദ്ദേഹത്തിന് കിട്ടാത്ത ബഹുമതികളിൽ ഇനി ജ്ഞാനപീഠവും പത്മ അവാർഡുകളും മാത്രമായിരിക്കും ഒരുപക്ഷെ ബാക്കിയുള്ളത്. അന്തർദേശീയ അവാർഡുകളുടെ എണ്ണം തിട്ടപ്പെടുത്താനാവില്ല. ചിലരുടെ ജീവചരിത്ര നാട്ടപ്പുറത്തുകാർ പറയാറില്ലേ, ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കളയും, ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ച് നാട്ടിൽ വന്ന് തട്ടുകട നടത്തുന്നുവെന്ന്. അതുപോലെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി വരെ ഭരിച്ചിട്ട് കേരളത്തിൽ സാഹിത്യ അക്കാദമി ഭരിക്കുകയാണ്. വെച്ച് നീട്ടിയാൽ വേണ്ടെന്ന് പറയാൻ കഴിയാത്ത മനസ്സാണ്. കാരണം സാഹിത്യത്തെ രക്ഷിക്കുകയാണ് ജീവിത ലക്ഷ്യം എന്നല്ല, നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് ഇറക്കുക എന്ന ശപഥം നിറവേറ്റാൻ ഏത് വഴിയും തിരഞ്ഞെടുക്കാമെന്ന് ആണ് അദ്ദേഹത്തിൻ്റെ ന്യായവും. അതിന് കാലം കാത്തുവെച്ച അവതാരമാണ് താനെന്നാണ് സ്വയംബോധം. പക്ഷേ ഏറ്റവും പുതിയ വെളിപാട് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, സൈബർ ലോകത്തെ വിഡ്ഢികൾ എൻ്റെ വിമർശനം എന്താണെന്ന് മനസ്സിലാക്കുന്നു പോലുമില്ല. അവർ എന്നെ വായിച്ചിട്ടില്ല. എൻ്റെ പോരാട്ടങ്ങൾ എന്തെന്ന് അവരറിയുന്നുമില്ല. ഒരു പദവിക്ക് വേണ്ടിയും ആരുടെയും പിന്നാലെയും ഞാൻ പോയിട്ടില്ല. അടിയന്തരാവസ്ഥക്കാലത്തെ അറസ്റ്റ് മുതൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്നുള്ള രാജി വരെ വിശദമാക്കിയാണ് സച്ചിദാനന്ദൻ്റെ ഈ വിശദീകരണം. കേരളത്തിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരേണ്ട, പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലത്, പ്രതിപക്ഷത്തിരിക്കുന്നത് മാറി മാറി ഭരണം വരുന്നതാണ് നല്ലത് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഒരു സുദീർഘമായ ഒരു പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലെ പ്രസ്താവനകൾ വിവാദമാക്കിയപ്പോൾ ആ വിവാദം ന്യായീകരിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ നിലപാട് പ്രഖ്യാപനം നടത്തിയത്. ഒരു പ്രധാനമന്ത്രിയെ, നരേന്ദ്രമോദിയെ അധികാര കസേരയിൽ നിന്ന് താഴെ ഇറക്കാൻ പേനയും കടലാസും ആയി ഇറങ്ങി തിരിച്ച ആളാണ് സച്ചിദാനന്ദൻ. ആ വഴിയിൽ താൻ വെടിയേറ്റ് വീണേക്കാമെന്ന് വരെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹം. പക്ഷേ രണ്ടും സംഭവിച്ചില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കല്ലേറ് കേൾക്കുകയാണ്. വിധി എന്നല്ലാതെ എന്ത് പറയാം? കവി പറയുന്നത് ഇവന്മാരൊന്നും തന്നെ എന്നെ വായിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ പറയരുത്. താങ്കളുടെ കോഴിപ്പങ്ക് എന്ന കവിത വായിച്ചിട്ടില്ലാത്തവരുണ്ടോ? കവിയുടെയും കവിതയുടെയും പ്രകടന പത്രികയല്ലേ ഇത്? 1970-കളിൽ എഴുതിയ കവിതയാണ് കോഴിപ്പങ്ക്. അന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയും അവസ്ഥയും ഒക്കെയാണ് ആ കവിതയുടെ പശ്ചാത്തലം. ആദ്യം ആത്മഗീത എന്ന സമാഹാരത്തിലും പിന്നീട് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിലും ഈ കവിതയുണ്ട്. ഒരു കോഴിയെ പങ്കുവെക്കുന്നത് സംബന്ധിച്ചിട്ടാണ് കവിതാ ശരീരം. ആത്മാവ് എന്തു തന്നെയായാലും, എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ കൂർമ്പൻ കൊക്ക് എനിക്ക് തരിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ ചെമ്പൻ പൂവ് എനിക്ക് തരിൻ. കുന്നിക്കുരു കണ്ണ് എനിക്ക് തരിൻ എന്നിങ്ങനെയാണ് കവിത വളരുന്നത്. അവസാനിക്കുന്നത് ഇങ്ങനെ: എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പോട്ടെ കോഴിക്കൊമ്പ് നിങ്ങൾ എടുത്തോളിൻ, പല്ല് നിങ്ങൾ എടുത്തോളിൻ, പൂവൻമുട്ട നിങ്ങൾ എടുത്തോളിൻ, മുലയും നിങ്ങൾ എടുത്തോളിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ എൻ്റെ കോഴിയെ മാത്രം എനിക്ക് തരിൻ. ആഹാ! പങ്കുവയ്ക്കാൻ മനസ്സില്ലാത്ത ഭരണാധികാരിയെ, ജനാധിപത്യത്തിലെ ഏകാധിപതിയായ സ്വാർത്ഥമതിയായ ഭരണാധികാരിയെ വിമർശിക്കുന്ന കവിത എന്നൊക്കെയാണ് ആ കവിതയെ അന്ന് അതിൻ്റെ ശരീരം നോക്കി പലരും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ആത്മാവിലേക്ക് ചുഴിഞ്ഞിറങ്ങിയാൽ കവിയിലെ സ്വാർത്ഥതയുടെ അക്ഷരപ്രകടനമാണ് ഇതെന്ന് വ്യക്തമാണ്. ഏത് കവിക്കുമുണ്ട് ഈ സ്വാർത്ഥത?
ഏറിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രം. സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, എഴുതുമ്പോൾ വായനക്കാരെ ഒന്നും ഞാൻ മുന്നിൽ കാണാറില്ല, എഴുതുമ്പോൾ എഴുത്ത് മാത്രമാണ്. എഴുത്ത് മാത്രമാണ് എന്ന് പറയുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതാവാദക്കാർ ക്ഷമിക്കണമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിതയിൽ മറ്റൊരു വലിയ സത്യം അദ്ദേഹം പറയുന്നുണ്ട്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പത് എന്തെന്ന് ഞാൻ അറിയുന്നു, എഴുത്ത് അച്ഛനാകുന്നു, അച്ഛൻ എഴുത്തും. അങ്ങനെയും ഒരു പക്ഷമുണ്ട്. എം ടി വാസുദേവൻ നായരുടെ കാലം എന്നൊരു നോവലുണ്ടല്ലോ. കാലം വളരെ പ്രസിദ്ധമായ നോവലാണ്. ആ നോവലിലെ കഥാപാത്രം സേതു. ആ സേതുവിൻ്റെ കാമുകി സുമിത്ര സേതുവിനെ കുറിച്ച് പറയുന്നുണ്ട്. സേതുവിന് എന്നും ഒരാളുടെ ഇഷ്ടം ഉണ്ടായിരുന്നുള്ളൂ, അത് സേതുവിനോട് മാത്രം. സച്ചിദാനന്ദൻ എന്ന കവിക്ക് സ്വന്തം കരിയറിൽ സാഹിത്യ പ്രവർത്തനത്തിൽ ഇത്തരം സ്വാർത്ഥം കൂടുതലായിരുന്നില്ലേ? രാഷ്ട്രീയ നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ് അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി എന്ന AK ആന്റണിയെ കുറിച്ച് പറയാറുണ്ട്, എവിടെയെങ്കിലും ഏതെങ്കിലും അധികാര സ്ഥാനത്തല്ലാതെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന്. അതുപോലെയാണ് സാഹിത്യ ലോകത്ത് K സച്ചിദാനന്ദൻ. ഇപ്പോൾ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പദവി. 75 പിന്നിട്ട സാഹിത്യ സാംസ്കാരിക വ്യക്തിത്വത്തിന് ചാരിക്കിടന്ന് സർഗശേഷി എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാനുള്ള വേളയിലാണ് ഈ നിർവഹണശേഷി വിനിയോഗിക്കേണ്ട പദവി ഏറ്റെടുത്തത്. നിയമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമനം ആഹ്ലാദത്തോടെ സ്വീകരിച്ച സച്ചിദാനന്ദനും നൽകുന്ന സന്ദേശം എന്തായിരുന്നിരിക്കണം? നല്ലൊരു അധ്യാപകനായിരുന്നുവെന്ന് പ്രൊഫസർ MN വിജയനെ ഇടതുപക്ഷ പുരോഗമന ചിന്താവേദിയിലെ സൂര്യ താരത്തിനെ വിശേഷിപ്പിച്ച് ചുരുക്കി ഒതുക്കിക്കളഞ്ഞ് പ്രൊഫസറുടെ ചിതയിലെ വെളിച്ചം പോലും കെടുത്തിയ ആളാണ് പിണറായി വിജയൻ. കാരണമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസം പിണറായി വിജയന്റെ ഭരണത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. എന്നാൽ നക്സലിസത്തിന്റെ നെഞ്ചിൽ ധരിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസത്തെ മാലയാക്കി കഴുത്തിലണിഞ്ഞ K സച്ചിദാനന്ദനെ പാർട്ടിയിലെ ഭാരവാഹിത്വത്തിന് നിശ്ചയിച്ച വിരമിക്കൽ പ്രായം കടന്നിട്ടും അക്കാദമിയുടെ തലപ്പത്തിരുത്തിയപ്പോൾ പിണറായി പ്രഖ്യാപിക്കുകയായിരുന്നു, ഒപ്പം നിന്നാൽ അപ്പം തരും, ആജീവനാന്ത സംരക്ഷണം തരും. ഇതിനായി സാംസ്കാരിക വകുപ്പ് നിയമനത്തിന് പ്രായം നിശ്ചയിച്ചിറക്കിയിരുന്ന ഉത്തരവ് തിരുത്തുകൂടി ഓർമ്മിക്കണം. സാഹിത്യ അക്കാദമിയുടെ മുൻ സെക്രട്ടറി CK ആനന്ദൻപിള്ള മുമ്പ് ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ സ്ഥാപനങ്ങളിൽ സെക്രട്ടറി, CEO, ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ 65 വയസ്സ് കഴിഞ്ഞവർക്ക് നിയമനം തടഞ്ഞ് വകുപ്പ് സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയിരുന്നു. സച്ചിദാനന്ദന് വേണ്ടി ആ ഉത്തരവ് മുഖ്യമന്ത്രി റദ്ദ് ചെയ്യിച്ചു. അങ്ങനെ ആനന്ദപിള്ള വിവരിച്ചിട്ടുണ്ട്. മറ്റു പലർക്കും ഇത് പറയണമെന്നുണ്ടെങ്കിലും പിള്ളയുടെ ഇരട്ടച്ചങ്ക് അവർക്കാർക്കും ഇല്ലാത്തതുകൊണ്ട് അവരാരും പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. സാഹിത്യ വിമർശനം എന്ന മാസികയുടെ എഡിറ്റർ കൂടിയായ ആനന്ദൻപിള്ള എഴുതി, അക്കാദമിയുടെ മുറ്റത്ത് 2 ആംബുലൻസുകൾ എപ്പോഴും റെഡിയായിട്ട് വേണം. സെക്രട്ടറിക്ക് പ്രായം 77, പ്രസിഡന്റിന് 76. ആർക്ക് എപ്പോഴൊരാവശ്യം വരിക എന്ന് പറയാനാവില്ലല്ലോ എന്ന്. നർമ്മത്തിലാണെങ്കിൽ പോലും ദേശാഭിമാനിയുടെ എഡിറ്ററാണ് സെക്രട്ടറിയായി നിയമിതനായ CP അബൂബക്കർ. സച്ചിദാനന്ദന്റെ കാര്യം 1966 മുതൽ 2006 വരെ അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്നു. 5 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. 1996 കോൺഗ്രസ് ഭരണമാണ് കേന്ദ്രത്തിൽ. 98 അതുമുതൽ BJPയുടെ ഭരണം, അടൽ ബിഹാരി വാജ്പേയി ഭരിക്കുന്നു. അതിനിടയ്ക്ക് ഉള്ള കാലം കമ്മ്യൂണിസ്റ്റുകാർ നയിച്ച ഐക്യമുന്നണി ഭരണമുണ്ടായിരുന്നു. 2004 മുതൽ വീണ്ടും കോൺഗ്രസ്. ഈ കാലത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഭരിച്ചത് സെക്രട്ടറി ആയിരുന്ന കവി സച്ചിദാനന്ദനായിരുന്നു. സകല രാഷ്ട്രീയത്തിനും സകല രാഷ്ട്രീയക്കാർക്കും വഴങ്ങുന്ന ആളെന്നും അവരെ വഴിക്ക് വരുത്താൻ നിലയ്ക്ക് നിർത്തുവാൻ കഴിയുന്ന ആളെന്നൊക്കെ വേണം വിശേഷിപ്പിക്കാം. BJPയുടെ വർഗീയ ഭരണം, ആ ഭരണത്തിലും സർക്കാർ സേവനത്തിലുണ്ടായിരുന്നു. അവരുടെ സാംസ്കാരിക സാഹിത്യ വഴിക്ക് ഒരു പരിധിവരെയെങ്കിലും ഒത്തുനിന്നു എന്ന് വേണം പറയാൻ. അക്കാലത്ത് BJP നിയോഗിച്ച പ്രസിഡന്റ് ഗോപിചന്ദ് നാരംഗുമായി കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഇരിക്കുമ്പോൾ കലഹം പതിവായിരുന്നെങ്കിലും ഒടുവിൽ കേന്ദ്ര സർക്കാർ ഖജനാവിൽ നിന്നുള്ള വേതനം മോദി സർക്കാരിനുള്ള നിലപാടുകളോട് വിയോജിച്ച് വേണ്ടെന്ന് വെച്ചത് സർവീസിൽ നിന്ന് വിരമിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കുകയായിരുന്നു. നിലപാടുകളുടെ അന്യായങ്ങളുടെ കാര്യത്തിലും വ്യക്തതയുള്ള എഴുത്തുകാരൻ തന്നെയാണ് സച്ചിദാനന്ദൻ, സംശയമില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്ന സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് പദം ഏറ്റെടുക്കുന്ന ഇപ്പോൾ ഉയർന്ന ചോദ്യം കുറേ ഏറെ ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ള സച്ചിക്ക് അനുഭവങ്ങളേറെ ഉണ്ടെങ്കിലും പഴയ പോലെ ആക്ടിവിസ്റ്റായി പെരുമാറാനാവുമോ? പണത്തിന് പഞ്ഞമില്ല, റോയൽറ്റി മാത്രമല്ല പലതരത്തിൽ പെൻഷനുകളുമുണ്ട്, പിന്നെ എന്തിന് പദവി എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഒന്നുണ്ടായിരുന്നു. സർവാദരണീയരായി സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഒരു പൊതു ഉപദേശകനായി മാർഗദർശകനായി ഇരിക്കുന്നതല്ലേ ഉചിതം എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വരവ് മറ്റു പല ആൾക്കാർക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഉറക്കമിളച്ച പടപ്പാട്ട് സാഹിത്യകാരന്മാരുടെ അധികാരമോഹങ്ങളെ ഒക്കെ തല്ലിക്കെടുത്തുകയല്ലേ ചെയ്തിരിക്കുന്നത്. അവരുടെയെല്ലാം ആഗ്രഹങ്ങളുടെ തലയിൽ അടിച്ചുകൊണ്ടല്ലേ ഈ ചുമതല ഏറ്റെടുത്തെന്നുള്ള ഒരു വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ അശോകൻ ചെരുവിനെ പോലെയുള്ള സാഹിത്യകാരന്മാർ പാർട്ടിക്ക് വിധേയനായി എന്തും സഹിക്കാൻ പഞ്ചപുച്ഛമടക്കി കഴിഞ്ഞിരുന്ന കേരളത്തിലെ പ്രൊഫഷണൽ സാംസ്കാരിക സഹായകന്മാർ
അവർ പലരും സ്വപ്നം കണ്ടിരുന്ന കസേരയാണത്. ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വാളെടുത്തിറങ്ങിയിരിക്കുന്ന അശോകൻ ചെരുവിൽ ഈ പഴയ പിണക്കമൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കോഴിപ്പങ്കിൽ കവി പാടിയതെല്ലാം അന്വർത്ഥമാവുകയാണ്. ഒപ്പം നിൽക്കുന്നവർക്ക് ബാക്കിയെല്ലാം കൊടുക്കുന്നു, കോഴിക്ക് ഇല്ലാത്തതെല്ലാം, ഉള്ളതൊക്കെ മുച്ചൂടും കവി കവർന്നെടുക്കുന്നു. എന്നിട്ടെല്ലാം കഴിഞ്ഞ് പിണറായി സർക്കാരിന് 3ാം വട്ടം അധികാരം കിട്ടില്ല എന്ന് 100% ഉറപ്പാക്കിയപ്പോൾ ഈ കിട്ടാത്ത മുന്തിരി കഴിക്കും അല്ലെ പുളിക്കും എന്നൊക്കെ പറഞ്ഞ കുറുക്കൻ്റെ വാക്കില്ലേ, ആ വാക്ക് ഓർപ്പിച്ചുകൊണ്ടാണ് ഈ തടിതപ്പൽ. സച്ചിദാനന്ദന് എഴുത്തച്ഛൻ അവാർഡ് നൽകിയതിനുള്ള വിമർശനത്തിന് അഭിപ്രായം പറയവേ എം.എൻ. കാരശ്ശേരി പറഞ്ഞത് ഇങ്ങനെയാണ്. കുറച്ചു കാലം മുമ്പ് പറഞ്ഞതാണ്. അദ്ദേഹത്തോട് എതിരഭിപ്രായം ഉണ്ടാവാം, അതിൽ തെറ്റില്ല. എനിക്കും എതിരഭിപ്രായമുണ്ട്. ഉദാഹരണത്തിന് ഒരു കാലത്ത് അദ്ദേഹം നക്സലൈറ്റുകൾക്ക് പിന്തുണ കൊടുത്തയാളാണ്. നക്സലൈറ്റുകളുടെ ആത്മാർത്ഥത അംഗീകരിക്കുമ്പോൾ തന്നെ അവരുടെ വഴി തെറ്റാണെന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ നക്സലൈറ്റുകൾക്ക് പിന്തുണ കൊടുത്ത ആളാണ്, അതുകൊണ്ട് പുരസ്കാരം നൽകാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത്. ചില സമയങ്ങളിൽ അദ്ദേഹം അനുഭാവിയായി നിന്നിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിമർശനം നടത്തിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അദ്ദേഹം വേണ്ടത്ര വിമർശിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കെല്ലാം വിമർശനമുണ്ട് എന്നും അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ്റെ മനസ്സോടുകൂടിയാണ് എം.എൻ. കാരശ്ശേരി എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ആയേക്കുമോ എന്ന് ഈ അടുത്ത കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും നിലപാടുകളും ഒക്കെ കണ്ട് ആശങ്കപ്പെടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. എം.എൻ. കാരശ്ശേരി എന്നിരിക്കലും എം.എൻ. കാരശ്ശേരി സച്ചിദാനന്ദൻ്റെ കാര്യത്തിൽ ഏറെക്കാലം മുമ്പേ പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാർ ഇങ്ങനെയാണ്, അവർക്ക് കിട്ടാവുന്നതൊക്കെ അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് തട്ടിയെടുക്കും. ഇനി ഒന്നുമില്ലെന്ന് ഉറപ്പാകുമ്പോൾ മൂടും തട്ടി എഴുന്നേറ്റ് മറ്റൊരിടത്തേക്ക് മാറിയിരിക്കും. ചില സാംസ്കാരിക ബുദ്ധിജീവികളുടെ കഴിവായി അതിനെ കണ്ടാൽ മതി. 1999 എൻ്റെ ഓർമ്മ. സാഹിത്യകാരൻ എം മുകുന്ദൻ, അദ്ദേഹം ഡൽഹിയിലെ ഫ്രഞ്ച് എംബസിയിൽ ജോലി ചെയ്യുന്ന കാലം. ഞാനന്ന് ജന്മഭൂമിയുടെ ഡൽഹി ബ്യൂറോയിൽ റിപ്പോർട്ടറാണ്. ഒരു അഭിമുഖം തയ്യാറാക്കാൻ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, സാഹിത്യകാരനെയും സാംസ്കാരിക പ്രവർത്തകരെയും സാധാരണക്കാർ ഇന്ന് കാണുന്നത് അധികാര കേന്ദ്രങ്ങളുടെ അടുത്ത ആളുകളായിട്ടാണ്. അത് അപകടമാണ്. സാഹിത്യ സാംസ്കാരിക നായകർ അവരുടെ രാഷ്ട്രീയം പറയാതെ പറയുന്നതാണ് കൂടുതൽ നല്ലത്. അവർ ജനപ്രതിനിധികളായ രാഷ്ട്രീയക്കാരെ പോലെ ആകണമോ എന്നത് ആലോചിക്കേണ്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭാഷണങ്ങളിൽ അവിടെയായിട്ടാണ് ഈ നിലപാടുകൾ വിശദീകരിച്ചത്. സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ നിലതെറ്റിയ വഴിവിട്ട കൂട്ടപ്രസ്താവനകളും പ്രതികരണങ്ങളും നിത്യേന എന്ന വണ്ണം വന്നിരുന്ന, പ്രത്യേകിച്ച് കേരളത്തിലത് ഉത്സവമായി മാറിയിരുന്ന ഒരു കാലത്താണ് ഈ പറച്ചിലുണ്ടായത്. 100 സാഹിത്യകാരന്മാർ പ്രതിഷേധിക്കുന്നു എന്നും മറ്റും എണ്ണം പറഞ്ഞ് കൂട്ടപ്രസ്ഥാനങ്ങൾ വന്നിരുന്ന ഒരു കാലം. അതിൽ ആദ്യത്തെ 10 പേർ കഴിഞ്ഞാൽ ഒപ്പിടുന്നവർ ചിലർ ആ പ്രസ്താവനയിൽ ഒപ്പിട്ടതിനോട് മാത്രം സാംസ്കാരിക സാഹിത്യ നായകന്മാരായവരും ആണെന്ന് ഉള്ളത് മറ്റൊരു കൗതുകം. പറഞ്ഞു വരുമ്പോൾ അവർക്ക് വിശാല ലക്ഷ്യമായിരുന്നു സാമൂഹ്യ സേവനം, രാഷ്ട്രീയ തിരത്തലുകൾ, സാംസ്കാരിക നിലപാടെടുപ്പിക്കൽ, അതിന് അധികാരവർഗത്തെ നിർബന്ധിക്കൽ, സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയവയായിരുന്നു ഉദ്ദേശ്യങ്ങൾ. പയ്യെ ഈ കൂട്ടപ്രതികരണങ്ങൾക്ക് രാഷ്ട്രീയ സ്വഭാവം വന്നു. അത് ചില വിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കിയും എതിർക്കപ്പെടേണ്ട സ്ഥാനത്തുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെന്നും നോക്കി തരം പോലെ പ്രതികരിക്കുന്ന സംഘമായി. സാംസ്കാരിക നായകർ എന്ന പൊതുപേരിൽ നിന്ന് പ്രതികരണ തൊഴിലാളി യൂണിയൻകാർ എന്ന ഒരു പ്രത്യേക നിലയിലേക്ക് ആ വിഭാഗം താണുപോയി. എം മുകുന്ദൻ കുറച്ചുനാൾ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. അടുത്തിടെ ഇടതുപക്ഷമില്ലാതെ മലയാളിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ചിന്തിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കഥയിലൂടെയും നോവലിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പറഞ്ഞ എം മുകുന്ദനാണ് ഇങ്ങനെ ചിരിപ്പിച്ച് കളഞ്ഞത്. ഇടതുപക്ഷം അതെന്താണെന്ന് ചോദിച്ചാൽ നിർവചിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഒരു കാലത്ത് ആ വിളിപ്പോൾ വീണുപോയ സംഘടനയോ പാർട്ടി സംഘാതമോ ഇല്ലാതായിട്ട് കാലമേറെയായി. 1960കളിലെ കേരളത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ പാർട്ടികൾ പോലും അന്നത്തെ നയനിലപാടുകളിൽ ഇന്നില്ല. അങ്ങനെ ഇടതുപക്ഷം ഇല്ലാതായത് വിഷയമാക്കി എത്ര സാഹിത്യരചനകൾ ഉണ്ടായിട്ടുണ്ട്, സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, കലാരൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് മലയാളി ഇല്ലാതായോ? ഇല്ല. ശുദ്ധ അസംബന്ധം എന്ന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട്. അസംബന്ധത്തിനും വിശുദ്ധി കൽപ്പിക്കുന്ന ജനതയാണ് മലയാളികൾ. അവർ പക്ഷേ ഈ പ്രസ്താവനയെ അളിഞ്ഞ അസംബന്ധം എന്നേ വിളിക്കാനിടയുള്ളൂ. പിന്നെ എം മുകുന്ദനല്ല, പല സ്വയം പ്രഖ്യാപിത സാംസ്കാരിക സാഹിത്യ നായകന്മാരും പറയുന്നത് ഇന്ന് ആരും അത്ര വകവയ്ക്കുന്നില്ല. പണ്ടത്തെ പോലെ അല്ല. കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ പാണ്ഡർനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ആ പ്രതികരണ തൊഴിലാളി വർഗവും ഇന്ന് ഇല്ലാതായിരിക്കുന്നു. വെട്ടിക്കിളികളെ പോലെ കൂട്ടമായി പറന്ന് ചെന്നിരുന്ന് കൂട്ടക്കൊല നടത്താൻ ഇന്ന് അവർക്ക് ആകുന്നില്ല. അവർ പല തട്ടിലായി. നല്ല ലക്ഷണമാണ്. ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കാമെന്ന് വെച്ചാൽ ആദ്യമായും അവസാനമായും അതിൽ ഒപ്പുവയ്ക്കാൻ 1-2 ആൾക്കാരെ ശേഷിക്കുന്നുള്ളൂ. അതാണ് സ്ഥിതി. പക്ഷെ ചോദ്യം ഇതാണ്, എന്താണ് ഈ സാംസ്കാരിക നായരുടെ മനംമാറ്റത്തിൻ്റെ വലിയ മൗനത്തിൻ്റെ അർത്ഥം? കാരണം മടുപ്പോ അതോ ഭയമോ? രണ്ടാണെങ്കിലും തുറന്നു പറയേണ്ടതുണ്ട്. എന്താണ് കാരണം? ആരോടാണ് മടുപ്പ്, ഭയം എന്ന് പറയണം. സച്ചിദാനന്ദൻ 79-ാം വയസ്സിൽ ഇങ്ങനെ പറയുന്നതും 83-ാം വയസ്സിലും
എം മുകുന്ദൻ അങ്ങനെ പറയുന്നതും ചിലതൊക്കെ ഉള്ളിൽ കണക്ക് കൂട്ടി തന്നെ ആയിരിക്കണം. ഓർമ്മിക്കണം, നിയമനിർമ്മാണ സഭകളിൽ എണ്ണം തികയ്ക്കാൻ, തെരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിക്കാൻ സ്വതന്ത്ര സാംസ്കാരിക നായകന്മാരായി പ്രച്ഛന്നവേഷം ധരിച്ച് വരുന്നവരുടെ പ്രതാപകാലം ഓർമ്മിക്കണം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു, അവസരം വരികയാണ്. അവസാന പരീക്ഷണത്തിനുള്ള അവസരം എന്ന് തന്നെ പറയാം. അതൊന്നും ആയിരിക്കില്ല. ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാനുള്ള സാഹിത്യത്തിലെ വിവിധ എഴുത്ത് സമ്പ്രദായങ്ങൾ പോലെയുള്ള ഒരു രീതിയായിരിക്കും ഇത്. സച്ചിദാനന്ദന് മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി എന്ത് വിശേഷണം നൽകുമെന്ന് ഇനി കണ്ടറിയണം. അധ്യാപക അവാർഡ് എം എൻ വിജയൻ കൊടുത്തുപോയി. അദ്ദേഹം നല്ല അധ്യാപകനായിരുന്നു എന്നാണ്, ബാക്കിയുള്ള സേവനങ്ങളെല്ലാം മറന്നുകൊണ്ട്. ഇനി ശേഷിക്കുന്നത് ഒരുപക്ഷെ സച്ചിദാനന്ദൻ നല്ല കവിയായിരുന്നു, നല്ല മുൻ നക്സലൈറ്റ് ആയിരുന്നു, നല്ല മോദി വിരുദ്ധ പോരാളിയായിരുന്നു എന്നിങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് കരുതിയിരിക്കാം. കമ്മ്യൂണിസ്റ്റുകളല്ലേ, എന്തും സംഭവിക്കാം. നമസ്കാരം.